വന്നത് കാത്തിരുന്ന് കാരണം 20,000 വോട്ടുകൾ ഇപ്പോൾ ഷൗക്കത്തിന് കടന്ന സാഹചര്യം കൂടിയുണ്ട്. മൊത്തം വോട്ടുകളുടെ എണ്ണമാണ് 4329 ഭൂരിപക്ഷം എന്നുള്ളത്. ഷൗക്കത്തിനെ സംബന്ധിച്ചിടത്തോളം അത് വർദ്ധിക്കുന്ന സാഹചര്യം കൂടിയുണ്ട്. ഇടക്കരയിലേക്ക് കടക്കുമ്പോൾ ഭൂരിപക്ഷം സ്വാഭാവികമായും വർദ്ധിക്കാനുള്ള സാഹചര്യമാണ്. 5000 കടക്കുമോ 6000 കടക്കുമോ എന്നൊക്കെ നമുക്ക് കാത്തിരുന്ന് കാണണം. 5 റൗണ്ട് കഴിയുമ്പോൾ ഷൗക്കത്ത് നേടിയിരിക്കുന്നത് 20,241 വോട്ടുകൾ. ഈ കൗണ്ടിംഗ് ഈ വോട്ടെണ്ണൽ അതിന്റെ സസ്പെൻസിലേക്ക് കടക്കുന്നു എന്നതാണ് ഇനിയുള്ള മിനിറ്റുകളുടെ നിർണായകമായ അവസ്ഥ. കാരണം എടക്കര പഞ്ചായത്ത് എന്ന് പറയുന്നത് രാഷ്ട്രീയം കൃത്യമായി പറയാൻ സാധ്യതയുള്ള ഇടമാണ്. ആ രാഷ്ട്രീയം പറയുന്ന ഇടത്ത് അത് ആർക്ക് സ്വാധീനമുണ്ടാക്കും എന്നത് പ്രസക്തമാണ്. ഒരുപക്ഷെ തൊട്ട് മുമ്പ് പറഞ്ഞ മൂത്തേടം പഞ്ചായത്തിന്റെ രാഷ്ട്രീയ അവസ്ഥ തന്നെ എടക്കര ഉണ്ടാവാനുള്ള സാധ്യതയില്ല. അവിടെ അല്പം ഇടതുപക്ഷം നില മെച്ചപ്പെടുത്തും. അൻവർ അല്പം കൂടുതൽ വോട്ട് പിടിക്കുമെന്ന് പ്രതീക്ഷിക്കുന്ന ഇടമാണ്. തൊട്ടടുത്തുള്ളത് പോത്തുകലാണ്. അതായത് ഇതുവരെ ഉണ്ടായിരുന്ന ഒരു വലിയ നഷ്ടത്തിൽ ഇടതുപക്ഷം ഭൂരിപക്ഷം പ്രതീക്ഷിക്കുന്ന ഇടം പോത്തുകല്ലാണ്. പോത്തുകല്ലിൽ ആ ഭൂരിപക്ഷം ഉണ്ടായെങ്കിൽ ഒരുപക്ഷെ ഷൗക്കത്തിന്റെ ഭൂരിപക്ഷം കുറച്ചു കൊണ്ടുവരാൻ, മൊത്തത്തിലുള്ള ഭൂരിപക്ഷം കുറച്ചു കൊണ്ടുവരാൻ ഇടതുപക്ഷത്തിന് കഴിയും. ഈ തെരഞ്ഞെടുപ്പിൽ എന്തെങ്കിലും സാധ്യതയുണ്ടോ എന്ന്, തെരഞ്ഞെടുക്കപ്പെടാൻ സാധ്യതയുണ്ടോ എന്ന് അവശേഷിക്കുന്ന റൗണ്ടുകൾ നിർണായകമാണ്. അത് വരുന്ന 6-7 റൗണ്ടുകൾ അങ്ങേയറ്റം നിർണായകം. 506 വോട്ടുകളുടെ ഭൂരിപക്ഷമാണ് LDF-ന് പോത്തുകല്ലിൽ കഴിഞ്ഞ തവണ ഉണ്ടായത് എന്നുകൂടി ഇതിനോട് ചേർത്ത് വെക്കണം. അതിന് മുകളിലേക്ക് LDF-ന് ഇത്തവണ എത്തിക്കാൻ സാധിക്കുമോ? LDF-ന് സ്വാധീനമുള്ള മണ്ഡലത്തിലേക്ക് കടക്കുകയാണ്. സ്വരാജിനെ സംബന്ധിച്ചുള്ള 5 റൗണ്ട് കഴിയുമ്പോൾ സ്വരാജ് നേടിയിരിക്കുന്ന വോട്ടുകൾ 16,351 എന്നുള്ള വോട്ടുകളാണ്. വഴിക്കടവും മൂത്തേടവും പ്രതീക്ഷിക്കാനുള്ളതല്ല ഇടതു മുന്നണിക്ക്. ഇടക്കരയിൽ തൊട്ട് കളി മാറിയാൽ, രാഷ്ട്രീയ വിഷയങ്ങൾ വോട്ടായാൽ അവിടെ ഒരു പക്ഷേ ഒരു ചെറിയ തിരിച്ചുവരവ് ഉണ്ടായേക്കും. പോത്തുകൽ എന്നുള്ളത് LDF-ന് കുറച്ചുകൂടി പ്രതീക്ഷ അർപ്പിക്കാവുന്ന ഒരു പഞ്ചായത്താണ്. അതിലേക്ക് വോട്ടെണ്ണൽ കടക്കുന്ന പശ്ചാത്തലമുണ്ട്. നമുക്ക് ഇനിയും മനസ്സിലാക്കേണ്ടത് ലീഗിന്റെ ആത്മവിശ്വാസം കൂടി പറഞ്ഞു പോകാം. കാരണം മൂത്തേടത്ത് ലീഗ് വോട്ടുകൾ നിർണായകമാണ്. അവിടെ ലീഗിന്റെ ഉണ്ടായിരുന്നു. പക്ഷേ എല്ലാവരും ഭയപ്പെട്ട ഒരു കാര്യം, ലീഗ് അണികൾക്കിടയിൽ അൻവറിനെ ഒപ്പം ചേർക്കാത്തതിൽ ആശയക്കുഴപ്പമുണ്ട്. അതുകൊണ്ട് അൻവറിന് അനുകൂലമായി വോട്ട് ചെയ്യുക എന്നുള്ളതാണ്. പക്ഷേ അത് സംഭവിച്ചിട്ടില്ലെന്ന് മനസ്സിലാക്കാം. ലീഗ് വോട്ടുകൾ UDF-ലേക്ക് തന്നെ പോയി, ഷൗക്കത്തിലേക്ക് തന്നെ പോയി എന്ന് കരുതാം. അങ്ങനെ ലീഗിന്റെ സംഘടനാ സംവിധാനം പ്രവർത്തിച്ചു എന്ന ഒരു ആത്മവിശ്വാസം കൂടിയാവാം നേരത്തെ സാദിഖലി തങ്ങൾ അടക്കമുള്ളവരുടെ വാക്കുകളിൽ ഉണ്ടായതും. എന്തായാലും മൂത്തേടമാണ് നിലവിലെ ചിത്രത്തിൽ ഏറ്റവും അധികം UDF-ന് ഷൗക്കത്തിന് വോട്ട് നൽകിയിരിക്കുന്നത്. മൂത്തേടത്തെ റൗണ്ടുകൾ നിർണായകമായിരുന്നു. 4-5 റൗണ്ടുകൾ അങ്ങേറ്റം നിർണായകമായിരുന്നു. അവിടെയാണ് വലിയ ഭൂരിപക്ഷം ഈ ചിത്രത്തിലേക്ക് ഇപ്പോൾ എത്തുന്നതിന് ഇടവച്ചത്. പക്ഷെ വരാനിരിക്കുന്ന എടക്കരയും പോത്തുകല്ലും നിർണായകമാണ്. അൻവറിലേക്ക് വോട്ട് ചോർത്തിയിട്ടില്ല എന്ന് പറയാൻ കഴിയുന്ന ഏക രാഷ്ട്രീയ പാർട്ടിയായി ഇപ്പോൾ തൽക്കാലം മുസ്ലിം ലീഗ് മാത്രം നിൽക്കുന്ന സാഹചര്യമുണ്ട്. 4329 വോട്ടുകളുടെ ലീഡിൽ അൻവർ ഇങ്ങനെ നിൽക്കുക, ക്ഷമിക്കണം, ആര്യ ഷൗക്കത്ത് ഇങ്ങനെ നിൽക്കുകയാണ്. 6500-ന് മുകളിൽ വോട്ടുകൾ പിടിച്ചതിന്റെ ഗരിമയിൽ അൻവർ ഇങ്ങനെ നിൽക്കുകയാണ്. 4456 വോട്ടുകളിലേക്ക് ഭൂരിപക്ഷം 4329 വോട്ടുകളിലേക്ക് നിൽക്കുന്നു. ഒരു ഘട്ടത്തിൽ പോലും അൻവർ സ്വരാജിന് മുന്നേറാൻ സാധിക്കാത്ത പശ്ചാത്തലം കൂടിയുണ്ട്. ഇപ്പോൾ എടക്കര പഞ്ചായത്ത് എണ്ണിക്കൊണ്ടിരിക്കുന്നു. എടക്കര UDF